പിണറായി വിജയൻ 2 ടേം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരാളെ തീരുമാനിച്ചു എന്ന് വന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. അത് ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. ആന്നല്ലേ? അതാ. അപ്പൊ അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിന്നീട് തീരുമാനിച്ചോളാം. അങ്ങനെ തീരുമാനിക്കുന്നത്. അസംബന്ധം കളവിന്റെ വേറൊരു കാര്യം. അന്ന് RSI മത്സരിക്കുന്നുണ്ടോ? അന്ന് അവർക്ക് സംഘടനയുണ്ടോ? അല്ല, അന്ന് ജനസംഘം ഉണ്ടോ? മറുപടി പറ. ഉണ്ടോ? ഇല്ലല്ലോ. അത് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ അത് ഉൾപ്പെടെ മനസ്സിലാക്കി പറയണം. അത് VD സതീശൻ കളവല്ലേ പറയാ, നുണയല്ലേ പറയാ. RSS ഒന്നും മത്സരിക്കുന്നില്ല. അന്ന് അവരുടെ സംഘടനയായിരുന്ന ജനസംഘം മത്സരിക്കുന്നില്ല. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി ഉള്ളത്. ഞങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും അടിയന്തരാവസ്ഥക്കെതിരായിട്ട്, അടിയന്തരാവസ്ഥയെ അറബിക്കടലിലാക്കാൻ അന്ന് എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾക്കും അതുപോലെ തന്നെ അമിതാധികാര ശക്തികൾക്കും ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരായിട്ട്, കോൺഗ്രസിന്റെ നിലപാടിനെതിരായിട്ട് എടുത്ത സമീപനമാണ്. അവർ പറയാതെ പറയുന്നത് ഞങ്ങൾ അടിയന്തരാവസ്ഥ ശക്തികളാണെന്നാണ് VD സതീശൻ പറയുന്നത്. അന്ന് ഒരു ജനാധിപത്യ അവകാശം കൊടുത്തിട്ടില്ല. ഒരു ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ അനുവദിച്ചിട്ടില്ല. ഇതായിരുന്നല്ലോ നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ സതീശന് മറുപടി പറയാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ്. ആ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേശ്ശെ പിൻവലിച്ചുകൊണ്ടിരിക്കും. എല്ലാ കളവും അങ്ങനെ അങ്ങോട്ട് യേശുവില്ലല്ലോ. അപ്പോൾ ചിലതെല്ലാം പിൻവലിച്ച് പോകും. അത്രയേ ഉള്ളൂ. നിന്റെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് എനിക്ക് നന്നായിട്ട് അറിയാലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. മൂന്നാം ടേമും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ. അങ്ങനെയാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതല്ലേ പറയുള്ളൂ. അത് അദ്ദേഹത്തെ പറ്റി മുഴുവനാളും പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനും വേറൊരു നുണ. അത് വേറൊരു നുണയാണ്. കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചാൽ ഈ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയായ V ഗോപാലകൃഷ്ണന്റെ പരാമർശം വളരെ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞത്. അതെ, അതായത് ഒരു ക്ഷേത്ര നഗരി അവിടെ പ്രതീതിയായി വരേണ്ടത് ഹിന്ദുവാണ് എന്ന തനി വർഗീയത ഒരു ഭാഗത്ത്. അത് പറയുന്നത് ആരാ? BJP. വേറൊരു ഭാഗത്തൊരു സ്ഥാനാർത്ഥി പറഞ്ഞത് മതമാണ് പ്രശ്നം, വർഗീയത. അത് പറയുന്നത് ഒരു ലീഗ് UDF നേതാവ്. ഇതെല്ലാം കേരളത്തിൽ കാണുകയാണ്. ഈ വർഗീയ നിലപാടിനെതിരായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനത മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വരണം. പിന്നെ രാഹുൽ മാക്കൂട്ട ഉൾപ്പെടെയുള്ളവരുടെ പിന്മുറക്ക നല്ലതുപോലെ കോൺഗ്രസിലും UDFിലും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് പ്രതിഭക്കെതിരായി കായംകുളത്ത് നടന്ന പരാമർശം. ആ പരാമർശം ഫ്യൂഡൽ ജീർണതയുടെ അങ്ങേ അറ്റാണ്. ജനാധിപത്യ ശക്തികൾക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.